ഇത് 2-ാം തീയതി എടുത്തൊരു വീഡിയോ ആയിരുന്നു. പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല. നമ്മളെല്ലാവരും കൂടെ പോകുന്നത് മല്ലപ്പള്ളി വരെയാണ്. കാരണം അന്നത്തെ സമയത്ത് ഭയങ്കരമായിട്ട് മഴ പെയ്ത് വെള്ളം പൊങ്ങിക്കിടക്കുമായിരുന്നു. അപ്പം അതൊന്ന് കാണാൻ വേണ്ടി എല്ലാവരും കൂടെ പോവാണ്. അത് പോകുന്നത് ഞങ്ങൾ ഫാമിലിയും പിന്നെ പാസ്റ്ററും ഫാമിലിയും ഒക്കെ ആയിട്ടാണ്. പിന്നെ ആശയമാണെങ്കിൽ ഫോൺ കണ്ട ഭയങ്കര നാണമുള്ള ചെറുക്കനാണ്. അവന് ഭയങ്കരമായിട്ട് നാണം. അതിൻ്റെ ഒരു ക്യാമറ വീഡിയോക്കകത്ത് വരുന്നില്ല. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്ന സമയത്ത് മല്ലപ്പള്ളി ആകുന്നതിന് മുമ്പ് കണ്ട പ്രദേശങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം കയറി. അപ്പം ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് ഇത് മല്ലപ്പള്ളിയിലോട്ട് കിടക്കുന്ന വേറൊരു വഴിയാണ്. ബസ്സൊക്കെ ഇതുവഴിയാണ് പോകുന്നത്, കാവനാക്കടവ് ബസ്സൊക്കെ. അപ്പം ഞങ്ങളുടെ ചെന്നപ്പോൾ കുറച്ച് പേരുണ്ട്, പിന്നെ കുറെ പേര് കാണാൻ വന്നേക്കുന്നവരുണ്ട്. പിന്നെ പപ്പ ആണെങ്കിൽ ആശാന്റെ കൈ പിടിച്ച് പോയി. ആശാന് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ പാൻറ് പൊക്കി വെക്കണം, വെള്ളം അങ്ങനെ നമുക്കറിയത്തില്ലല്ലോ എവിടം വരെ ഉണ്ടെന്ന്. അപ്പം ഇവര് വിളിക്കുന്നത് വാ നമുക്ക് പോകാൻ നാള്. അപ്പൊ ഞാൻ നീ പൊക്കോ, ഞങ്ങൾ 2 താമസിച്ച് വന്നോളാന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. അവരെല്ലാം പാൻറ് കയറ്റിയിട്ടാണ്. സത്യം പറഞ്ഞു ഞാനിത് കുറെ വീഡിയോ എടുത്തതിന് ശേഷം തൊട്ട് ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നുണ്ട്. പക്ഷെ മടി കാരണം ഞാൻ പിന്നെയും ഇതവിടെ തന്നെ വെക്കാം. പിന്നെ ആണെങ്കിൽ ഇന്നെങ്കിലും ഇടണമെന്ന് ഓർത്തിട്ടാണ് എഡിറ്റ് ചെയ്യാൻ കയറിയതാ. അങ്ങനെ നമ്മൾ ഇങ്ങനെ നടക്കുകയാണ് വെള്ളത്തിലൂടെ. ആശാനാണ് പപ്പ വലിച്ചുകൊണ്ട് പോവാണ്. അവന് ഭയങ്കര പേടിയായിരുന്നു. അതിൻ്റെ തലയ്ക്കൊരാൾ പോകുന്നുണ്ട്, അതിനൊരു പേടിയിൽ നിന്ന് വന്നാണ് പോകുന്നത്. പിന്നെ അച്ചാച്ചൻ ഷൂ ഇട്ടേക്കുന്നതുകൊണ്ട് അച്ചാച്ചൻ ഇറങ്ങാൻ ആദ്യം വരുമ്പോഴേയാണ്. പിന്നെ ഷൂ ഉണ്ട് വണ്ടിയിൽ വെച്ചിട്ട് അവൻ ഇറങ്ങാൻ വേണ്ടി വന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. ആശാനെ കൊണ്ട് അപ്പ പോവാ. അതിന് തലയ്ക്കൽ പോകുന്നുണ്ട്. ഒരു കൂസിലും ഇല്ലാത്ത ഒരാളെ പോവാ. അവൾക്ക് ഭയങ്കര ഇഷ്ടം ഇതിനകത്തൊക്കെ. അവള് അതിനൊന്ന് ശ്രമിച്ചു. ഇതിനകത്തൊന്ന് എന്താ പറയാ, ഒന്ന് തുണിയൊക്കെ നനപ്പിച്ചൊന്ന് കുളിച്ച് കയറണമെന്നൊന്ന് അവൾ ആഗ്രഹിച്ചായിരുന്നു. പക്ഷെ അത് അവൾക്ക് സാധിച്ചില്ല, വേറൊരാൾക്കാണ് സാധിച്ചത്. അത് ഈ വീഡിയോക്കകത്ത് കാണുന്നുണ്ട്. നിങ്ങൾ ലാസ്റ്റ് കേട്ടോ. ലാസ്റ്റ് ഒരു നടുക്കാവുമ്പോൾ ഈ വീഡിയോ ഏകദേശം അവസാനിക്കാറാവുന്നതിന് മുമ്പ്, അതായത് നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അങ്ങനെ ആശയന്റെ പേടിയൊക്കെ മാറി. ആശയ കൂളായിട്ട് ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടും അമ്മയാണെങ്കിൽ വീഡിയോ എടുപ്പാണ്, ഫുള്ള് വീഡിയോ എടുപ്പാണ്, ഫോട്ടോ എടുപ്പ്, വീഡിയോ എടുപ്പ്. അങ്ങനെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. അങ്ങ് മീവിലങ്ങും ഫ്രണ്ട് ചെന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടും നടന്നും എന്തൊക്കെയോ കഥയൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സത്യത്തിൽ അങ്ങ് ഫുള്ളൊന്നും പോകില്ല. ഞങ്ങൾ പകുതി വീഡിയോ എടുപ്പും ഫോട്ടോ എടുപ്പും കഴിഞ്ഞപ്പോഴേക്ക് ഇവർ തിരിച്ചു വരാമെന്ന് വിചാരിച്ച് ഇവരിങ്ങനെ തിരിച്ചു അപ്പുറത്ത് നമ്മൾ മല്ലപ്പള്ളി പാലത്തിൻ്റെ അവിടെ പോകാൻ വേണ്ടി തിരിച്ചു വരാൻ വേണ്ടി പോവായിരുന്നു. അങ്ങനെ നമ്മളിവിടെ നിൽക്കുകയാണ്. ഒരാൾ അങ്ങ് നടുക്ക് പോയി നിൽക്കുന്നുണ്ടാ. എന്നോട് പറയുന്നത് ഇങ്ങ് വാ നമുക്ക് ഇവിടെ വാ ഇനിയും പോകാന്നൊക്കെ. പക്ഷെ അവിടെ റോഡ് എങ്ങനെയാണോ, കുഴിയുണ്ടോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. കാരണം വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് നമുക്കറിയത്തില്ല, റോഡ് കറക്റ്റ് കാണാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് പപ്പ ഇങ്ങനെ പാസ്റ്റർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, എവിടം വരെ കീഴി അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ നമ്മൾ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ അപ്പാണെങ്കിൽ പിന്നെ അവനെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മീവലിന് സാധിക്കാൻ പറ്റാത്ത കാര്യം വേറൊരാൾ സാധിച്ചത്. ആമയാണെങ്കിൽ ആ തുണി ഫുള്ള് പൊക്കി പിടിച്ചിട്ട് അവസാനം സഖി കെട്ടി ആൻറ്റിയോട് ചോദിച്ചാൽ ഞാൻ താത്തിടുക, സോറി ആൻറ്റിയല്ല മമ്മി ഞാൻ താത്തിടുക എന്ന് പറഞ്ഞ് അവസാനം അവൾ അങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കാന്ന് പോയി. അത് കണ്ടോ ഒരാൾ പോകുന്നുണ്ടോ, അങ്ങോട്ട് നോക്കിയാൽ മതി. മീവൻ അങ്ങ് നടന്നു പോവാ, ആരും കൂട്ടുന്നില്ല, അങ്ങ് നടന്നങ്ങ് പോവാ. അങ്ങനെ ആശയറാണെങ്കിൽ തുണി എല്ലാം പൊക്കിമാ. പെണ്ണുങ്ങളാണെങ്കിൽ തുണി താത്തിടുക, അതായത് തുണി നനഞ്ഞാലും കുഴപ്പമില്ലെന്നാണ്. പക്ഷെ ആശയം മുഴുവൻ പൊക്കി പിടിച്ചോണ്ട് നടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനും അച്ഛനും പോയി ആശറിനെ പൊക്കിക്കൊണ്ട് വരുന്നത്. അവൻ തന്നെ നടന്നു പോയി തവള ചാടുന്ന പോലെ വെള്ളത്തിൽ ചാടിയതും നേരെ തലയും കുത്തി കടന്നു. അതാ പറഞ്ഞത്, മീവലിന് വെള്ളത്തിൽ വീഴണോന്ന് പറഞ്ഞിട്ട് ആശറാണ് പോയി അതിനകത്ത് വീണത്. അതിൻ്റെതായ ഒരു ചെറിയ സങ്കടമാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഇവിടെ നിന്ന് കാണിക്കുന്നത് എല്ലാവർക്കും ഓട്ടോയുടെ സൈഡിൽ തിരിക്കണം. ഇനി നമ്മൾ കുറച്ചങ്ങോട്ട് ചില പിണക്കങ്ങളൊക്കെ നിങ്ങൾ കാണാൻ പോവാണ്. അത് ഈ സമയത്തല്ല, കുറച്ച് കഴിയുമ്പോഴാണ് നമ്മളത് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഇവിടെ ഇപ്പം എനിക്ക് ഉമ്മയൊക്കെ തരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ കണ്ടോണം ഓരോരുടെ സ്വഭാവം കൂട്ടി ചേഞ്ച് ആവുന്നത്. അങ്ങനെ അവൾ കയറി എൻ്റെ മടിയിലൊക്കെ ഇരുന്ന് നമ്മൾ അവിടുന്ന് നേരെ നമ്മൾ മല്ലപ്പള്ളി പാലത്തിൻ്റെ അങ്ങോട്ട് പോവാണ്. അങ്ങനെ ഡോറയുടെയും ബുജ്ജിയുടെയും പാട്ടൊക്കെ പാടി ഞങ്ങൾ മല്ലപ്പള്ളിയിൽ വന്നു. മല്ലപ്പള്ളിയിൽ വന്നപ്പോഴേക്കും കുറെ വണ്ടിയൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ സിറ്റിയിൽ സാധനം വാങ്ങാൻ വന്നവരാണ്.
നമ്മൾ വരുന്നത് പനയമ്പാല വഴിയാണ്. അപ്പം ഈ സൈഡൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം കയറി കിടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങിയപ്പോൾ പാസ്റ്ററിനോട് അമ്മച്ചി പറയാണ് വീട്ടിൽ വെള്ളം കയറിയതും പിന്നെ സാധനമൊക്കെ എടുത്ത് മാറ്റിയ കാര്യമൊക്കെ കണ്ടപ്പോൾ ആ വീട്ടിൽ ഇപ്പം ഇറങ്ങി കാണാൻ ഞാൻ ഇപ്പോഴത്തെ കാര്യമല്ല അന്ന് പോയ സമയത്തെ വീഡിയോ ആണ് ഇത്. അത് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് താമസിച്ചാണ്. അപ്പം അന്ന് ഇത്രയും വെള്ളം ആ വീട്ടിൽ കയറിയായിരുന്നു. ഞങ്ങൾ പോയി കഴിഞ്ഞ് ഞങ്ങൾ അന്ന് പോയതിൻ്റെ പിറ്റേ ദിവസം നല്ല മഴ പെയ്തു. അപ്പം ഈ ഇറങ്ങിയ വെള്ളം പിന്നെയും കയറി കാണും. അന്ന് ഞങ്ങൾ പോയപ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങിയായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ സാധനം അവരും എടുത്ത് മേളിൽ വെച്ചിരിക്കുകയാണ്. അതിനിടയ്ക്ക് വരുത്തി അവിടുത്തെ കടയിൽ നിന്ന് മുട്ടായി വാങ്ങാനുള്ള ഒരു ഇതിലാണ് പാസ്റ്ററിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുട്ടായി വാങ്ങിച്ചു തരാമെന്ന്. അങ്ങനെ പാസ്റ്റർ നമുക്ക് വരുമ്പോൾ വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് ഒരാൾ അവിടെ വീഡിയോ എടുക്കുകയാണ്. അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. 2 പേരിരുന്ന് അവരെന്തൊക്കെയോ കഥ പറയാണ്. എനിക്ക് തോന്നുന്നു മഴേനെ കുറിച്ചും വെള്ളപ്പൊക്കത്തിനെ കുറിച്ചൊക്കെ പറയുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ വെള്ളം കയറിയ സ്ഥലത്തേക്ക് പിന്നെയും വന്നു. കാരണം ഇത് ഞങ്ങൾ കുറച്ച് മുമ്പ് പോയതിൻ്റെ ഓപ്പോസിറ്റുള്ള സ്ഥലത്താണ്. അതായത് അവിടെ നേരെ നടന്നു വന്ന് നമ്മളിവിടെ വന്നേനെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവളാണെങ്കിൽ അവിടെ തുള്ളിച്ചാടലൊക്കെ ആയിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് പപ്പായും പാസ്റ്ററും കൂടെ അവിടെ ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഓരോ കടയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മളിങ്ങോട്ട് നടന്നു വന്നപ്പോഴാണ് ഇവർ വീട് കഴുകിക്കൊണ്ടിരിക്കുക. വെള്ളം കുറച്ചിറങ്ങി. ഇത് ഞങ്ങൾ അന്ന് ചെന്നപ്പോഴും ഇത്ര ഇറങ്ങി. പക്ഷെ പിറ്റേ ദിവസത്തെ മഴ നല്ല മഴയായിരുന്നു. ഈ ഇറങ്ങിയ വെള്ളം പിന്നെയും കയറി എന്നാണ് അറിഞ്ഞത്. ഞങ്ങൾ ചെന്നപ്പോൾ ബസ് സ്റ്റാൻഡിലൊന്നും അത്രയും വെള്ളമില്ലായിരുന്നു. ഞങ്ങൾ അന്ന് പോയ സമയത്ത് അതെല്ലാം വെള്ളമെല്ലാം ഇറങ്ങിയായിരുന്നു. പക്ഷെ പിറ്റേ ദിവസത്തെ മഴയ്ക്ക് നല്ല വെള്ളം പിന്നെയും ബസ് സ്റ്റാൻഡ് മുഴുവൻ കയറിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാം ഭയങ്കരമായിട്ടും കഴുകിക്കൊണ്ടിരിക്കുക. കാരണം ചെളി ഇങ്ങനെ ചള്ളെല്ലാം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ പോയത് പാലത്തിൻ്റെ അങ്ങോട്ടാണ്. കണ്ട ഒരാൾ കുത്തി വീർത്തിരിക്കുന്നത്. അത് ചെറിയൊരു പ്രശ്നമാണ്. അത് ഞാൻ ആശയനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയാതെ മടിയിലിരുത്തിപ്പോയി. അതിൻ്റെ ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ എന്നോട് മിണ്ടത്തില്ലായിരുന്നു. അവളെ ഒന്ന് മെരുക്കിയെടുക്കാൻ പറ്റാ പാട് എല്ലാം ഈ വീടേക്കകത്തുണ്ട്. പിന്നെ ആണെങ്കിൽ അവിടെ ഇങ്ങനെ മിണ്ടാതെ ഒരു മൂലയ്ക്ക്. കാരണം കുറച്ച് മുമ്പത്തെ അത്രയ്ക്കൊന്നും ആക്റ്റീവായിട്ട് നിൽക്കുന്നില്ല. അങ്ങനെ ഒരു സൈഡിൽ ഭയങ്കരമായിട്ട് ഞാൻ മിണ്ടാൻ ചെന്നപ്പോൾ ഒന്നും എന്നെ അടുപ്പിക്കുന്നില്ല. അപ്പം മമ്മിയാണെങ്കിൽ അവളെ ചിരിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരാളാണെങ്കിൽ അവിടെ എന്തൊക്കെയാണ് കാണിക്കുന്നുണ്ട്. ഞാനാണ് കാണിക്കുന്നത്. അവനൊക്കെ മുഖമൊക്കെ പിടിച്ചതിനെ കാണുമ്പോഴുണ്ട് എനിക്കിങ്ങനെ ഞെക്കാൻ തോന്നും. അങ്ങനെ പോകാൻ നേരത്തെ യാശർ എൻ്റെ മടിക്കാട് ചാടി കയറി ഇരുന്ന് ഞാൻ എന്നെ എടുക്കാൻ ആദ്യമേ ഞാൻ കയറ്റിയിരുത്തിയത്. പക്ഷെ രണ്ടാമത് ഞാൻ മിണ്ടാൻ നോക്കുക. ഞാൻ എങ്ങനെയും അവളെ ചിരിപ്പിക്കാൻ നോക്കുമ്പോൾ ഒരുത്തനാണെങ്കിൽ അവളെ നോക്കുന്നു, ക്യാമറ നോക്കുന്നു. ഭയങ്കര ചിരി. അവനെല്ലാം ഒപ്പിച്ചു വെച്ചിട്ടുള്ള അവൻ്റെ ചിരിയാണ് നിങ്ങൾ ആ കാണുന്നത്. കഴിഞ്ഞ് ഞാൻ എന്നെ അടുത്തിട്ട് അവൾ ഈ കുത്തി വീർത്തിരിക്കുന്നത് അവൾ ഒന്നും അയയുന്നില്ല. ഞാൻ ഫോണൊക്കെ മുഴുക്കെ പിടിച്ചിരുന്നത്. എപ്പോഴും ഒരു തട്ട് കിട്ടി വെളിയിലോട്ട് പോയാലോ എന്നോർത്ത്. അങ്ങനെ ഞങ്ങളാണെങ്കിൽ കാപ്പി കുടിക്കാൻ ഒരു കടയിൽ കയറി. അവിടെയാണെങ്കിൽ അവൾ എന്നോട് മിണ്ടിയിട്ടില്ല. അങ്ങനെ ഓരോരുത്തരും അവരവർക്ക് വേണ്ടതൊക്കെ ചൂസ് ചെയ്യാണ്. അങ്ങനെ എന്താണ് വേണ്ടത് എന്നൊക്കെ, കാപ്പി വേണോ, ചായ വേണോ, ബൂസ്റ്റ് വേണോ. അപ്പം ഞാൻ ഒരാളോട് പറഞ്ഞു ഞാനൊരു വീഡിയോ എടുക്കാം, നീ കഴിക്കുന്നെന്ന് കാണിക്കാൻ. അപ്പോഴത്തെ അവൻ്റെ അഭിനയമാണ് നിങ്ങൾ കാണുന്നത്. ഇവൻ്റെ കാര്യമുണ്ട് നമ്മളൊക്കെ എന്താണ്ട് വലുതായിട്ട് കടിച്ചേന്ന് ഇല്ല. അപ്പം ആ കൊച്ചു വായിക്കകത്ത് കുഞ്ഞൊരു ബോണ്ടേ ഉള്ളൂ. പിന്നെ നമ്മളാണെങ്കിൽ വരുന്ന വഴിക്ക് ഞാൻ അവളെ മെരുക്കി അങ്ങോട്ട് എടുത്തു. പിന്നെ അവരെ ഫെയ്ത്ത് മുമ്പിൽ ആക്കി. പിന്നെ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നുകൊണ്ടിരുന്ന സമയത്ത് മഴ പെയ്തു. പിന്നെ ഞങ്ങളാണെങ്കിൽ വഞ്ചോമരവിടെ കയറി. അപ്പം ആരതിച്ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. ആ ആരതിച്ചേച്ചി ഇപ്പോൾ പ്രസവിച്ചും കഴിഞ്ഞു. എന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പം നിങ്ങൾക്കത് മനസ്സിലാകും. കാരണം ഈ ആരതിച്ചേച്ചിയുടെ കുഞ്ഞിനെ കാണാൻ പോയത് വരെ ഞാൻ വീഡിയോ ഇട്ടു. പക്ഷേ ഇപ്പോഴാണ് ഈ വീഡിയോ ഇടുന്നത്. ഞാൻ ക്യാമറ ഓൺ ആക്കുമ്പോൾ ഇവളുമാർ ഇവളുമാരുടെ ചന്തി കാണാനാണ് ഞാൻ വീഡിയോ ഓൺ ആക്കുന്നത്. അപ്പം അത്രേ ഉള്ളൂ. ബൈ.